അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മൂന്നാം ക്ലാസ്സിലെ ദുറൂസിലെ ഒന്നാം ഭാഗത്തിലെ 19ാമത്തെ പാഠം, അതിൻ്റെ തദ്രീബാത്ത് കേട്ടോ. നഖറഉ വ നഫ്ഹമു, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഓരോന്നും വായിച്ചിട്ട് മനസ്സിലാക്കണം. അൽ അമീൻ, വിശ്വസ്തൻ. ഈ ബീലുൻ, ഈ ബി എന്നാണ്, ബ്യാവിന് കസ്റാണ്, സുക്കൂനല്ല. ഈ ബീലുൻ, ഒട്ടകം. ബിറുൻ, കിണർ. യതീമുൻ, അനാഥൻ. ഹജറുൻ, കല്ല്. ബുഹൈറത്തുൻ, തടാകം. അബൂജഹൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്ത ഖുറൈശി പ്രമുഖൻ. അല്ലാത്ത, ലാത്ത, ഉസ്സ, മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തുക്കൾ. നസ്ലു, ചേരുംപടി ചേർക്കാനാണ്. ഉസ്സ, മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തു. സുബൈർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ. അബൂജഹൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എതിർത്ത പ്രമുഖൻ. അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ. ഉത്തരം കൊടുക്കാനാണ്, ഉത്തരം എഴുതാൻ. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ അനാഥനായി എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ വഫാത്തായി. 6-ാം വയസ്സിൽ ഉമ്മയും 8-ാം വയസ്സിൽ ഉപ്പാപ്പയും ഇഹലോകവാസം വെടിഞ്ഞു മരണപ്പെട്ടു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണ അനാഥനായും അറിയത്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തിന്മയിലും ഏർപ്പെട്ടിട്ടില്ല. കാരണം? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽ സ്വഭാവിയും സദ്വൃത്തനുമായി വളർന്നു. എപ്പോഴും സത്യമേ പറയൂ, ആരെയും ഉപദ്രവിക്കില്ല, കുറ്റം പറയില്ല, നല്ല കാര്യങ്ങളിൽ മാത്രം ഏർപ്പെടും തുടങ്ങിയവയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. 3. യാത്രക്കിടെ കൂറ്റൻ ഒട്ടകം വഴിയിൽ നിന്ന് മാറിയതെപ്പോഴാണ്? ഒരു കൂറ്റൊട്ടകം മാറിയില്ല, വയ്യുന്നത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഒട്ടകം മുട്ടുകുത്തി വഴിയിൽ നിന്ന് മാറി നിന്നു. 4. ജലക്ഷാമം നേരിട്ട മക്കക്കാർക്ക് മഴ ലഭിച്ചത് എങ്ങനെ? അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി കഅബയിൽ പോയി. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് വിരൽ ചൂണ്ടിയതിനെ തുടർന്ന് ആകാശം മേഘാവൃതം ആവുകയും മക്കക്കാർക്ക് കനത്ത മഴ ലഭിക്കുകയും ചെയ്തു. 5. വഴിമുടക്കി കുത്തിയൊലിച്ച തടാകത്തിലെ ഒഴുക്ക് നിന്നത് എപ്പോൾ? ഒരു തിരിച്ചു വരുമ്പോൾ കണ്ടത് ഒരു തടാകം, ഒരു ഒഴുക്കുള്ള തടാകം, അതെങ്ങനെ ശാന്തമായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ ഇറങ്ങിയപ്പോൾ. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾ അൽ അമീൻ എന്ന് വിളിക്കാൻ കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമേ പറയൂ, ആരെയും ഉപദ്രവിക്കില്ല, കുറ്റം പറയില്ല, എല്ലാ നല്ല കാര്യങ്ങളിലും ഏർപ്പെടും, ഒരു തിന്മയും ചെയ്യില്ല, എല്ലാവർക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്യും. അതിനാൽ ജനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെട്ടു. അവർ അൽ അമീൻ എന്ന് വിളിച്ചു. നിനുബയ്യുനു സിയാഖ, സന്ദർഭം വ്യക്തമാക്കാനാ. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീണു. സന്ദർഭം എങ്ങനെയാണ്? ആ കഥ പറഞ്ഞാണ്. അബൂ ത്വാലിബ് സംസം കിണർ കെട്ടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് കല്ല് ചുമന്നുകൊണ്ടുവന്നു.
കല്ല് ചുമക്കുമ്പോൾ ചുമൽ വേദനിക്കാതിരിക്കാൻ ഒരു തുണി വെക്കാൻ അദ്ദേഹം നബിയോട് നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് തുണി അഴിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി വീണു. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രിക്നി. അർഹമുർ റഹീമായ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് എല്ലാ പാപങ്ങളും പുറത്തു തരണേ അല്ലാഹ്. ആരോഗ്യവും ആഫിയത്തും തരണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളെ തൊട്ടും സലാമത്തിൽ ഗണേ അല്ലാഹ്. ഖബറിലുള്ള ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. അവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അല്ലാഹ്. ഓർമ്മശക്തി തരണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.